മസനഗുഡി വഴി ആഫ്രിക്കയിലേക്ക് ഇതിൽ നമ്മൾ പാസ് ചെയ്യുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വൺ ലൈഫ് ലിവ് വിത്ത് 007. നമ്മളിന്ന് പോകുന്നത് കേപ്പ് ടൗണിലൂടെ ഒരു ട്രെയിൻ യാത്ര. ഒരു ദിവസത്തെ ട്രിപ്പാണ് പോകുന്നത്. നമ്മളിപ്പോൾ ടിക്കറ്റ് എല്ലാം വാലിഡേറ്റ് ചെയ്തു, അതായത് കാർ പാർക്കിംഗ് ചെയ്തിട്ട് ടിക്കറ്റ് വാലിഡേറ്റ് ചെയ്തിട്ട് നമ്മൾ സീറ്റ് നമ്പർ എല്ലാം കൺഫേം ചെയ്ത് ഓൾറെഡി ചെക്ക് ഇൻ ഓൺലൈനിൽ ചെയ്തതാണ്. എന്നാലും അവിടെ വന്നിട്ട് പാർക്കിങ്ങിന്റെ ടിക്കറ്റ് വാലിഡേറ്റ് ചെയ്യണമായിരുന്നു. അതെല്ലാം വാലിഡേറ്റ് ചെയ്ത് നമ്മളിത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഒരു ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് ഒന്നും നോക്കി അങ്ങനെ കമ്പയർ ചെയ്യരുത്. ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. സ്റ്റീം ട്രെയിൻ ആണ് ഇന്ന് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഫുൾ ദിവസത്തെ ട്രിപ്പാണ് ഈ സ്റ്റീം ട്രെയിനിൽ. അത് 4 മണിക്കൂറിന്റെ ഒരു യാത്രയാണ്. ഇത് റിട്ടേൺ ട്രിപ്പും കൂടിയാട്ടോ, കൂടി ചേർന്നിട്ടാണ്. 4 മണിക്കൂറാണ് വൺ സൈഡ് എടുക്കുന്നത് ടൈം. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ഒരു ഓൾഡ് ആപ്പിൾ ഫാം ഒരു മാർക്കറ്റ് ആയിട്ട് എടുത്താക്കുവാണ്. ആ മാർക്കറ്റിന്റെ പേര് എൽജിൻ റെയിൽവേ മാർക്കറ്റ് എന്നാട്ടോ അതിന്റെ പേര്. അപ്പം ആ മാർക്കറ്റിൽ ചെന്നിട്ട് നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണവർക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ അവിടെ ഒത്തിരി കാണാൻ സെറ്റപ്പുകൾ ഉണ്ട്. പിന്നെ ഈ ട്രെയിൻ പോകുന്ന റൂട്ട് തന്നെ വളരെ മനോഹരമായ റൂട്ടാണ്. ഇത് കടന്നു പോകുന്നത് നമ്മുടെ ഗാർഡൻ റൂട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഗാർഡൻ റൂട്ടിലേക്ക് എൻ്റർ ചെയ്യുന്ന ആ സ്ഥലം വരെയാണ് പോകുന്നത് ഈ കേപ്പ് ടൗണിൽ എന്നുള്ളത്. അപ്പം ഒരു ഹിസ്റ്റോറിക്കൽ ഒരു എക്സ്പീരിയൻസും കൂടിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതായത് ഈ സ്റ്റീം ട്രെയിനിൽ പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എല്ലാം അല്ലേ. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറാൻ പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറാൻ പോകുന്നത്. ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. അല്ലേ മീനു? അടിപൊളി അല്ലേ? വാമി ഇന്നതേ വിഷു ആയിരുന്നു. അപ്പൊ വാമിയുടെ രണ്ടാമത്തെ വിഷു ആയിരുന്നു കേട്ടോ. വാമി ഇതേ കണിയെല്ലാം കണ്ട് കഴിഞ്ഞിട്ട് ആശാത്തിനെ എടുത്തു നോക്കിക്കൊണ്ട് വന്നതാണ്. ഇവിടെ സമയം ഇപ്പം 7 മണി ആകാറായി. 7:15 ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യും. 7:45 നമ്മള് ട്രെയിൻ യാത്ര തുടങ്ങും. അപ്പൊ ഗൈസ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. വൺ ലൈഫ് ലിവ് വിത്ത് 007 സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിന്റെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടണം. എന്നാലേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റും ചെയ്യണം. അപ്പൊ ദേ ഈ റെയിൽവേ സ്റ്റേഷൻ നിലകൊള്ളുന്നതിൽ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ ആയിരുന്നു. അവിടെ ഈ കാണുന്നത് ദേ ഹാർബർ ബ്രിഡ്ജ് ഹോട്ടലാട്ടോ. പിന്നെ ദേ അവിടേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്നത് മാരിയറ്റ് ഹോട്ടലാണ്. അപ്പം ഈ മാരിയറ്റ് ഹോട്ടലിന്റെയും ഈ ഹാർബർ ബ്രിഡ്ജ് ഹോട്ടലിന്റെയും ബാക്ക് വശമായിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷൻ നിലകൊള്ളുന്നത് കണ്ടോ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇത് ഹാർബർ ആണ്. അങ്ങ് അപ്പുറത്തേക്ക് വരുമ്പോൾ ഹാർബറാണ് വരുന്നത്. അപ്പുറത്തെ സൈഡിൽ വാട്ടർ ഫ്രണ്ട് വരുന്നുണ്ട്. അങ്ങ് സൈഡിലാണ് ടൗൺ വരുന്നത് കേട്ടോ. ദേ കണ്ടോ, ഇവിടെ നിന്ന് ദേ നോക്കുമ്പോ ദേ കണ്ടോ ടേബിൾ മൗണ്ടൻ കേബിൾ കാർ പോകുന്ന ആ ഒരു കോർണറാണ് ആ കാണുന്നത്. അമീനെ ഞങ്ങള് ജാക്കറ്റ് ഇട്ടു കേട്ടോ. കാരണം വന്നപ്പം അധികം തണുപ്പ് തോന്നിയില്ലായിരുന്നു. അത് നമ്മളിപ്പം കാറിലിരുന്നോണ്ടും അതിന്റെ അകത്ത് ഈ ബിൽഡിങ്ങിന്റെ അകത്ത് ഇരുന്നോണ്ടൊക്കെ തോന്നിയതാണോന്നറിയില്ല. ഇപ്പൊ അത്യാവശ്യം തണുപ്പായി തുടങ്ങി. ഇപ്പൊ ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പം 10 ഡിഗ്രി ഉള്ളൂ. അപ്പം വാമിന് ജാക്കറ്റ് ഒക്കെ ഇടിപ്പിച്ചു കേട്ടോ. എല്ലാരും ആൾക്കാരെല്ലാരും വന്നു. ഇവിടെ എല്ലാരും വെയിറ്റിംഗ് ആണ് എൻജിൻ വരാൻ വേണ്ടി. ആ എൻജിൻ വരുന്ന ആ ഒരു സെറ്റപ്പ് കാണണമല്ലോ. നമ്മുടെ സ്റ്റീം ട്രെയിനിന്റെ എൻജിൻ വരുന്നത് കാണാൻ വളരെ ഒരു പ്രത്യേകതയല്ലേ. അങ്ങ് നോക്കിക്കേ, നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പം വരുന്ന ലുക്കൊക്കെ നോക്കി, ഹോണൊക്കെ അടിച്ചിട്ട് പൊക്കെയൊക്കെ പോകുന്നുണ്ടോ. അടിപൊളി. അതാണ് നമ്മുടെ ട്രെയിൻ. വാമി, നമ്മുടെ ട്രെയിൻ. വാമി ആദ്യമായിട്ടാട്ടോ ട്രെയിനിൽ കയറാൻ പോകുന്നത്. ട്രെയിൻ കണ്ടിട്ടുണ്ടോ വാമി? ട്രെയിൻ നാട്ടിൽ നമ്മൾ ട്രെയിൻ കണ്ടിട്ടുണ്ട്, പക്ഷെ കേറിയിട്ടൊന്നും ഇല്ലല്ലോ. വാമിക്കുട്ടി ഇതേ ട്രെയിൻ. ഇത് ബാക്ക് ഭാഗം. നമ്മള് ശരിക്കും പോകേണ്ടത് അങ്ങോട്ടാട്ടോ, അപ്പുറത്തേക്കാ പോകേണ്ടത്. അടിപൊളി ഇതുണ്ടോ, ഇതിന്റെ ഒരു സെറ്റപ്പ്. ഇതിന്റെ ഉള്ളിൽ നല്ല അടിപൊളി ലക്ഷറി സെറ്റപ്പാട്ടോ. നമുക്ക് ഓൺ ബോർഡ് ബാറും ഓൺ ബോർഡ് കഫ്റ്റീരിയയും എല്ലാ സെറ്റപ്പും ഉണ്ട്. സ്പാ ഉണ്ട്. ഇന്നലെ നമുക്ക് മെയിലൊക്കെ വന്നായിരുന്നു, സ്പാ വേണമെങ്കിൽ ഇന്ന് ബുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ബുക്ക് ചെയ്തില്ല സ്പാ, കാരണം മാമീനെ വെച്ചിട്ട് സ്പായിലൊന്നും കേരളം നടക്കുന്നു എന്നുള്ള. എനിവേ നമുക്ക് എന്തായാലും എല്ലാം പോയി കാണാം. ഹലോ, ഇതാ പാൻട്രി കേട്ടോ. ഇതിൻ്റെ ഉള്ളിലത്തെ പാൻട്രി ഇതാന്ന് തോന്നുന്നു. എടി നമ്മുടെ കോച്ച് 5 കേട്ടോ. ആ കോച്ച് 5.
ഏഹ് എനിക്ക് ഇതിന്റെ ഉള്ളിലേ ഇഷ്ടമായോ? നന്നായിട്ട് ഇഷ്ടമായി. നല്ല രസമുണ്ട്. ട്രെയിൻ എത്തിയിട്ടുണ്ട്. നമുക്ക് ദേ ഇപ്പോ അകത്തേക്ക് കയറി തുടങ്ങാം. നമ്മുടെ കോച്ച് നമ്പർ 5 ആണ്. സീറ്റ് നമ്പർ ജെ ആണ് അവർ പറഞ്ഞേക്കുന്നത്. നമുക്ക് 3 പേർക്കുള്ളത് കേട്ടോ. അപ്പം കോച്ച് നമ്പർ 5 നമുക്ക് നോക്കിയിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ കോച്ച് നമ്പർ കേട്ടോ. കോച്ച് നമ്പർ 5 ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അതിൽ സീറ്റ് നമ്പർ ജെയും. ഇനി നമുക്ക് എവിടെയാണ് എൻട്രൻസ് എന്നുള്ളത് നോക്കാം. അങ്ങ് നടന്നു പോയിട്ടോ. അത് 3 വരെ പോയായിരുന്നു. നമ്മുടെ ശരിക്കും 5 ആണ്. അപ്പൊ ഇങ്ങോട്ട് പോയിട്ട് കയറാം. അപ്പൊ അതേ നമ്മുടെ കോച്ച് നമ്പർ കോച്ച് തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അകത്തേക്ക് കയറാം. ഈ വഴി ഒക്കെ കയറാം. ഇത് ഒ കെ, ഇത് കെ ആണ്. നമുക്ക് നടക്കുന്നത് ജെ ആട്ടോ. നമുക്കിത് അപ്പൊ ഇനി അകത്തേക്ക് കയറാട്ടോ. നമ്മുടെ കമ്പാർട്ട്മെന്റ് എത്തി. 5 ജെ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് സീറ്റ് നമ്പർ. ഇത് 5, അതിന്റെ അകത്താണ് ജെ വരുന്നത്. അവര് എഞ്ചിൻ അപ്പുറത്തുനിന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. ടി ടി ആർ വന്ന് ടിക്കറ്റ് എല്ലാം ചെക്ക് ചെയ്തിട്ട് പോയിട്ടോ. വീണ്ടും ടി ടി ആർ വന്നു. കാരണം നമ്മൾ ചെക്ക് ഇൻ ചെയ്തു ഓൾറെഡി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ടി ടി ആർ വന്ന് ടിക്കറ്റ് എല്ലാം ചെക്ക് ചെയ്തു. ദേ മാമിക്കുട്ടിക്ക് തണുത്ത് തുടങ്ങി. മാമിക്കുട്ടി ഇതേ ഇവിടെ ഇരിക്കുന്നുണ്ട്. മാമിക്കുട്ടി ട്രെയിനില് കയ്യും മൂക്കൊക്കെ പുള്ളിക്കാരിയുടെ തണുത്ത് ചുമന്നിരിക്കുന്നുണ്ട് കേട്ടോ. മാമിക്കുട്ടി ട്രെയിനില് കേറിയ ആ ഒരു ഇത് വിട്ടിട്ടില്ല, എക്സൈറ്റ്മെന്റ് വിട്ടിട്ടില്ല. റെയിൽവേ ട്രാക്ക് ശരിക്കും 20-ാം നൂറ്റാണ്ടിലാണ് ഇവര് നിർമ്മിച്ചിരിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1910 മെയ്യിൽ ഇവര് സ്റ്റാർട്ട് ചെയ്തിട്ട് 1912 ജൂലൈയിലാണ് ഇവര് ഇത് പൂർത്തീകരിച്ചത് ശരിക്കും. പിന്നെ ഇത് യൂസ് ചെയ്താക്കുന്നത് ഫുൾ സെക്കൻഡ് ഹാൻഡ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഈ പാത നിർമ്മിക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രത്തിൽ ഇവർക്ക് പഴയ ലോക്കോമോട്ടീവുകളും പഴയ എഞ്ചിനും എല്ലാം സൂക്ഷിക്കുന്ന ഒരു പൈതൃകമുണ്ട്. അപ്പം അതിന്റെ എല്ലാം ഒരു പ്രോത്സാഹനമായിട്ടാണ് ഈ സീറസ് റെയിൽവേ കമ്പനി അത് ഏറ്റെടുത്തിട്ട് 2016 മുതൽ ഇങ്ങനെ ഒരു ട്രിപ്പ് അവര് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇപ്പം ഈ ട്രിപ്പ് അതായത് ഈ സീറസ് റെയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് കേപ്പ് ടൗൺ ടു എൽജിൻ ഗാരേജ് ഉണ്ട്. പിന്നെ റീസെന്റ് അവര് സൈമൺസ് ടൗണിലേക്ക്, അതായത് ഓഷ്യൻ വ്യൂ ആയിട്ട് വരും, ആ റൂട്ടും അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ റൂട്ടും നമുക്ക് ട്രൈ ചെയ്യണം എന്തായാലും. ഈ റൂട്ട് ഒരു 1.5 ട്രിപ്പ് ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം ഞങ്ങൾ ട്രെയിൻ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് അത് മനസ്സിലായി. പിന്നെ അതിൽ കയറിയപ്പോഴും പിന്നെ ഇതിൽ ഒത്തിരി ഇപ്പം ആൾക്കാർ വന്ന് കയറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. പക്ഷെ ഇത് ഫുള്ളൊന്നല്ല കേട്ടോ. ഞങ്ങളുടെ കമ്പാർട്ട്മെന്റ് ഫുള്ളല്ല. പിന്നെ ഇതിൽ 450 പേരെയോളം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇവർക്ക് ഈ സീറസ് റെയിലിന് ശരിക്കും 3 ലോക്കോമോട്ടീവുകളുണ്ട്. 3 ഡിഫറെന്റ് ലോക്കോമോട്ടീവുകളുണ്ട്. ഇവര് ഇത് യൂസ് ചെയ്യുന്നത് ഇത് സ്റ്റീം ട്രെയിൻ ആണ്. നേരത്തെ പറഞ്ഞല്ലോ, ഇത് സ്റ്റീം ട്രെയിൻ ആണ്, ഇലക്ട്രിക്കൽ അല്ല, സ്റ്റീം ട്രെയിൻ ആണ്. ഇതിന്റെ എഞ്ചിൻ ഞാൻ ഫസ്റ്റ് കാണിച്ചെന്നില്ല. അവര് വരുന്ന ആ ഒരു ഇത് കണ്ടില്ലേ, ആ ലുക്ക് തന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി. പിന്നെ ഇത് ഗാർഡൻ റൂട്ട് പോകുന്ന ആ വഴിക്കാണ് പോകുന്നത്. അതായത് കേപ്പ് ടൗണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സെർ ലോറി പാസ് ക്രോസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എൽജിൻ ഗാരേജ് വരുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്നു നോക്കിയിട്ട് വരാം. വാമി അവിടെ ഇരിക്കുന്നുണ്ട്. ഈ വഴിക്ക് പോകുമ്പം ഇങ്ങനെയാണ് നമ്മുടെ കമ്പാർട്ട്മെന്റിൽ നിന്ന് കയറി അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പം ഇത് കണ്ടോ, ഇതാണ് അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് പോകുന്നത്. അപ്പം ഇതെല്ലാം ഡേ സീറ്റിംഗ് ആട്ടോ. ഇതെല്ലാം ഡേ സീറ്റിംഗ് ആണ് ഇങ്ങനെ വരുന്നത്. ഇങ്ങോട്ട് ഞാൻ പോന്നു കഴിഞ്ഞപ്പോൾ മാമി എൻ്റെ കൂടെ വരാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുവായിരുന്നു. മാമി ഈ വഴിക്ക് ഇങ്ങനെ പോകുമ്പം എവിടേക്കാ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഹലോ, അവിടെ കുറച്ച് പിള്ളേരെല്ലാം വരുന്നുണ്ട്. ഹലോ. അപ്പം ഇങ്ങോട്ടേക്ക് കിടന്നു കഴിയുമ്പം എനിക്ക് തോന്നുന്നു ഇത് ഓക്കെ, ഇവിടെ നല്ല കിട്ടില്ല. ഇത് ബാർ ലോഞ്ചാന്ന് തോന്നുന്നു കേട്ടോ. ഇത് ബാർ ലോഞ്ച്. ഹലോ, ദിസ് വൺ ഇസ് ദ ബാർ ലോഞ്ച്. ഓക്കെ, ഇതാണ് ബാർ ലോഞ്ച് വരുന്നത് കേട്ടോ. ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഇതേപോലെ തന്നെ ബാക്കി കമ്പാർട്ട്മെന്റിലെല്ലാം ഇങ്ങനെ ആയിരിക്കും വരുന്നത്. എന്തായാലും ഈ വഴിക്ക് ഒരു വരവും കൂടി വരേണ്ടി വരും മിക്കതും. കണ്ടോ, ഇവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടോ, റീബിൽഡ് സോൾട്ട് റിവർ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചേക്കുന്ന വിന്റേജ് സെറ്റപ്പ് സാധനങ്ങളുണ്ട് കേട്ടോ. ഇനി ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ. പക്ഷെ അത് ഈ വ്യൂ നോക്കി, സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നു. പിന്നെ ആ ഒരു സൺറൈസ്, അതായത് ആ സൂര്യകിരണങ്ങൾ ഒന്ന് നമ്മുടെ ഒരു വരുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അത് കിട്ടില്ല സെറ്റപ്പ്.
ഇവിടെ നമ്മുടെ മാമി ഫുൾ എനർജി ആയിട്ട് ഫുൾ പവറിൽ റെഡി ആയിട്ട് നിൽക്കുവാണ് കാഴ്ചകളൊക്കെ കാണാനായിട്ട്. അല്ലടി മീനു, എനിക്ക് എന്താ തോന്നി? എനിക്കും ഇഷ്ടമായി. ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ട്. നൊസ്റ്റാൾജിക് ഫീലേ എൻ്റെ പൊന്നോ, അടിപൊളി കേട്ടോ. നമ്മളുടെ ട്രിപ്പ് കിടുക്കാച്ചായിരിക്കുന്നതാണ് വിചാരിക്കുന്നത് അല്ലേ മാമി? അല്ലേ? ഞാനിപ്പോ അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പം അവര് 8 മണിക്ക് എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഫ്രണ്ടിൽ പോയിട്ട് ഒന്ന് വീഡിയോ ഒന്ന് ഒരു ഷോട്ട് എങ്ങനെ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുത്തിട്ട് വരാം. ഇവിടെ നിന്ന് നോക്കുമ്പോ കണ്ടോ, അങ്ങ് അവിടെ ടേബിൾ മൗണ്ടൻ കാണാം. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റീം ട്രെയിനിന്റെ എൻജിൻ വരുന്നത് കേട്ടോ. ഓ അടിപൊളിയല്ലേ? ഇതുകൊണ്ടൊക്കെ ഇതിന്റെ ഉള്ളിൽ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടോ. അപ്പൊ ഇതാട്ടോ ഇതിന്റെ ലോക്കോമോട്ടീവ്. ഇതിന്റെ നമ്പറാണ് 3322 ആട്ടോ ഇതിന്റെ നമ്പർ വരുന്നത്. വാവ്, പുകയൊക്കെ പോകുന്ന നോക്കി. ഒരു ഓൾഡ് സെറ്റപ്പ് കേട്ടോ, അടിപൊളി. ഇത് കണ്ടോ, അവിടെ ഒരു അപ്പച്ചനും വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. വാവ്, സെറ്റപ്പ് നോക്കി, കിട്ടുന്ന സാധനം. നമ്മുടെ ട്രെയിൻ 8 മണിക്ക് എടുക്കും. അതിനു മുമ്പ് നമുക്ക് സ്ഥലത്തെത്തണം, അല്ലെങ്കിൽ വിട്ടുപോകും. ഗൈസ്, ഇതാട്ടോ നമ്മുടെ ട്രെയിനിന്റെ എൻജിൻ. ഇപ്പൊ കണ്ടില്ലേ, നല്ല ഒരു വിന്റേജ് ലുക്കുള്ള എൻജിനാണ്. ഇവർക്ക് 3 എൻജിൻ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇതിൽ 3322 ആണ് ഈ എൻജിന്റെ പേര് കേട്ടോ. ഇതാണ് ഇതിന്റെ ഇൻസൈഡ് വരുന്നത്. ഇവര് നോക്കി കണ്ടോ, കൽക്കരി, അതായത് മൊത്തം കൽക്കരി ഇട്ടിട്ടുള്ള സെറ്റപ്പാണ് ഇതിന്റെ ഉള്ളില്. അടിപൊളി. ഇവരാണ് എഞ്ചിൻ ഓപ്പറേറ്റേഴ്സ് കേട്ടോ. ഘട്ടങ്ങളിൽ എനിക്ക് തോന്നുന്നു കൽക്കരി എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീസലും കൂടി ഉപയോഗിക്കുന്നുണ്ട് തോന്നുന്നു. ഇത് ഡീസലിന്റെ ടാങ്ക് ആട്ടോ ഇരിക്കുന്നത്. പിന്നെ ദേ ഇങ്ങോട്ടേക്ക് വരുമ്പം ഇത് പാൻട്രി വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളില്. പിന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ കമ്പാർട്ട്മെന്റ്സ് ആണ് വരുന്നത്. എല്ലാ കമ്പാർട്ട്മെന്റ്സും നല്ല അടിപൊളി സെറ്റപ്പിലാണ്, നല്ല ലക്ഷറി സെറ്റപ്പിൽ തന്നെയാണ് ഇവർ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിലേ കയറി ഇരിക്കുന്നു. ട്രെയിൻ എങ്ങാൻ വിട്ടുപോയാ ഞാൻ അവിടെ ആയി പോകുമെന്ന് വിചാരിച്ച് നോക്കി നിൽക്കുവാന്ന് തോന്നുന്നു. മീനും വന്നു. അപ്പൊ നമ്മുടെ ട്രെയിൻ എടുത്തു കേട്ടോ. ട്രെയിൻ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് കണ്ടോ, ഇപ്പുറത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രൂയിസ് ഹാർബർ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ടെയ്നറുകളെല്ലാം വെച്ചിട്ടുണ്ട് കയറ്റിവിടാനായിട്ടുള്ള. ഷിപ്പ് ടെർമിനലും വരുന്നത്, ക്രൂയിസ് ടെർമിനലും വരുന്നത് അപ്പുറത്ത് തന്നെയാണ് കേട്ടോ. അത് നമ്മുടെ ട്രെയിൻ എടുത്തു പോയിക്കൊണ്ടിരിക്കുക ഉണ്ടോ. വാമിക്കുട്ടിയുടെ ചിപ്സ് ഒക്കെ കഴിച്ചോണ്ടിരിക്കുക കേട്ടോ. ട്രെയിൻ മൂവ് ചെയ്തോണ്ടിരിക്കുന്നു. ഇത് ചിറ്റിക വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടോ ടേബിൾ മൗണ്ടനും. അപ്പോൾ നമ്മുടെ കേപ്പ് ടൗൺ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എടുത്തിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയുള്ളൂ. വളരെ പയ്യായിട്ടാണ് പോകുന്നത്. ട്രെയിൻ വളരെ പയ്യെ പോകുന്നുള്ളൂ. ഇനി സ്പീഡാകുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം, കണ്ടറിയാം. വാവ്, ഈ വ്യൂ കണ്ടോ. ഈ ഒരു വ്യൂ തന്നെ മതി കേട്ടോ. ബ്ലൂ കളർ സ്കൈയും അവിടുത്തെ മൗണ്ടൻസ് എല്ലാം നിൽക്കുന്നതും താഴ്വാരത്ത് നമ്മുടെ കേപ്പ് ടൗണും പിന്നെ ഇങ്ങനെ ഒരു ട്രെയിനിലെ യാത്രയും അടിപൊളി. നമ്മളിത് എടുത്തു കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ നിർത്തി കേട്ടോ. എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴാണ് ഇവര് എൻജിൻ, ഡീസലിന്റെ എൻജിനും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക. 2 എൻജിൻ കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞത്. എൻജിൻ മാറ്റിയിട്ട് വന്നു കഴിഞ്ഞപ്പോഴുള്ള വ്യൂ നോക്കി, അടിപൊളി കണ്ടോ. എന്തുട്ട വ്യൂ അല്ലേ. വാവ്, സൂപ്പർ. അപ്പുറത്ത് ടേബിൾ മൗണ്ടനും ലയൺ സൈഡും സിഗ്നലും എല്ലാം കിടന്ന് നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുവാണ്. നേരെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പുറത്താണെങ്കിൽ അറ്റ്ലാന്റിക് ഓഷ്യനും സൈഡില്. ഇത് കണ്ടോ, ഈ വ്യൂവിനൊന്നും പറയാനില്ല കേട്ടോ. നല്ല അടിപൊളി വ്യൂ. ഇവിടെ വന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ടോ ട്രെയിനിൽ കയറുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ഞങ്ങൾ ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത് ഇവിടുത്തെ. ഇത് നോക്കി, വ്യൂ കണ്ടോ, സൂപ്പർ വ്യൂ.
അപ്പൊ ഇതേപോലുള്ള ഒത്തിരി അടിപൊളി വ്യൂസ് എന്തായാലും ഈ യാത്രയിൽ നമുക്ക് കാണാൻ പറ്റും. കാരണം അങ്ങനത്തെ ഒരു റൂട്ടിൽ കൂടെയാണ് ഇത് പോകാൻ പോകുന്നത് കേട്ടോ. പിന്നെ ദേ ട്രെയിൻ ദേ ഇങ്ങനെ വളഞ്ഞു വരുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയല്ലേ. അപ്പോ ഈ സീറസ് റെയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് എല്ലാ ആഴ്ചയിലും ശനിയും ഞായറാഴ്ചയുണ്ട്. എല്ലാ ആഴ്ചയിലും ചില ആഴ്ചകളിൽ ഇല്ല, ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. വിന്റർ ടൈമിലും ക്ലൈമറ്റ് ഒക്കെ നോക്കിയിട്ട് ഓപ്പറേറ്റ് ചെയ്യത്തുള്ളൂ. പക്ഷേ അവരുടെ സൈറ്റിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ എന്നൊക്കെയാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും, പറഞ്ഞു തരുവര്. പിന്നെ ഇതിന്റെ ഡേ പാസ്, അതായത് ഡേ സീറ്റിങ്ങിന് ഇവര് ചാർജ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് 700 റാൻഡ് ആട്ടോ. 700 എന്ന് വെച്ചുമ്പോൾ ഒരു 3500 രൂപയുടെ അടുത്ത് വരും ഡേ സീറ്റിങ്ങിനും. പിന്നെ വരുന്നത് നമ്മുടെ ബാർ ലോഞ്ചിന് 899, അതായത് 900 റാൻഡിന്റെ അടുത്താട്ടോ വരുന്നത്. പിന്നെ കുറെ ടിക്കറ്റുകൾ ഉണ്ട്, അതായത് ഫാമിലി കോച്ച് അങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ട്. അതിനെല്ലാം ഡിഫറെന്റ് ആട്ടോ പ്രൈസ്. വാമി ദേ ടണലിന്റെ അകത്തേക്ക് കയറുമ്പോ വാമി പേടിച്ച് നോക്കുവാട്ടോ. പേടിച്ചിട്ടൊന്നുമില്ല, വാമിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതേ വെയിലൊക്കെ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. വാമിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞെങ്കിൽ പുള്ളിക്കാരി അവിടെ നിന്ന് ആ സൈഡിൽ നിന്ന് മാറുന്നേ ഇല്ല. ഇതേ ഇവിടുത്തെ കേപ്പ് ടൗണിലെ ഒരു വലിയൊരു മാളാട്ടോ, കനാൽ വാക്ക് എന്നാണ് ആ മാളിന്റെ പേര്. അത് പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നല്ല വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ആട്ടോ അത്. ഏറ്റവും വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ഈ കേപ്പ് ടൗണിലെ. അതിന്റെ അടുത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇനി താമസിക്കുന്ന സ്ഥലത്തിന്റെ അടുത്ത് കൂടെ കേട്ടോ പോകുന്നത്. ഇത് കണ്ടോ, സെഞ്ചുറി സിറ്റി, കനാൽ വാക്ക്, ആ മാള് പാസ് ചെയ്ത് നമ്മളിത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ലേക്ക് കാണാം നമുക്ക്. ആ ലൈക്കൊക്കെ പാസ് ചെയ്ത് നമ്മൾ വീണ്ടും ഇതേ പോയിക്കൊണ്ടിരിക്കുവാണ് സുഹൃത്തുക്കളെ. വാവ്, ഈ പോക്ക് കണ്ടോ, ഈ ഒരു ട്രെയിൻ യാത്ര ഞങ്ങൾക്ക് തരുന്നൊരു ആ ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടല്ലോ. ഈ ഒരു പോക്ക് മാത്രം കണ്ടാൽ മതി, നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ അതായത് ഒരു 7 വർഷം 8 വർഷമായിട്ടുണ്ടാവും ഞാൻ ഇപ്പൊ ട്രെയിനിൽ കയറിയിട്ട്. ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിന്റെ ഒരു ഇത്, ആ ഒരു എല്ലാ പോയ ഓർമ്മകളും നമുക്ക് തിരിച്ചു കിട്ടിയ ഒരു അവസ്ഥയാണ് ഈ ഒരു ട്രെയിൻ പോക്കിന് ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ എത്തി തോന്നുന്നു കേട്ടോ. ഇതൊരു ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ ആട്ടോ. അതേ കണ്ടോ, ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷൻ. അപ്പം എനിക്കും അതേ വാമി ഒരു പാക്കറ്റ് ചിപ്സ് കഴിച്ചു. ഇപ്പൊ എനിക്കും മീനുനും വിശന്നു തുടങ്ങിയപ്പോ ഞാൻ ദേ ചുമ്മാ നടന്ന് ഇതിന്റെ അടുത്ത് വരുന്നത് ആ ബാർ ലോഞ്ചാണ് വരുന്നത്. അപ്പൊ ഞാൻ ആ ബാർ ലോഞ്ച് വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം കുറെ കോക്ടെയിൽസും ബിയറും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് വേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ, കാരണം നല്ല വിശപ്പ്. അപ്പം ഫുഡ് കഴിക്കാന്ന് വിചാരിച്ച് നോക്കുന്ന സമയത്ത് അവിടെ ഹോസ്റ്റസ് നടന്ന് ഓർഡർ എടുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, ഫുഡിന്റെ ഓർഡർ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫുഡ് അവര് വന്ന് കഴിയുമ്പോൾ അവരോട് ചോദിച്ചിട്ട് മെനു എന്താന്ന് ചോദിച്ചിട്ട് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. ടോട്ടല് നമ്മൾ ഈ യാത്രയില് 160 കിലോമീറ്റർ ആണ് ഹോൾ ഡേയില് കവർ ചെയ്യുന്നത്. അതായത് വൺ സൈഡ് അപ്പം 80 കിലോമീറ്റർ ആയിരിക്കും വരുന്നത്. പക്ഷെ 80 കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടി ഇവരെടുക്കുന്ന സമയം 3 മണിക്കൂർ, 3 to 4 hours ആട്ടോ ഇവരെടുക്കുന്നത്. 3 to 4 hours എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എഞ്ചിൻ മാറാനും പിന്നെ ഇടയ്ക്ക് അവർ നിർത്തി തരുന്നുണ്ട് നല്ല വ്യൂ പോയിന്റ്സ് ഒക്കെ വരുമ്പോൾ. അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 4 hours, ഏകദേശം 4 hours-ഓളം നമ്മൾ ആ ഡെസ്റ്റിനേഷൻ എൽജിൻ ഗ്യാരേജിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓസ്ട്രീസ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓസ്ട്രീസ് എന്നാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഒരു ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ കണ്ടോ, ആലി അടിച്ച് കിടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കാണാൻ പറ്റുമോ? ഇത് കണ്ടോ, ഒരു മനുഷ്യരില്ല ഈ റെയിൽവേ സ്റ്റേഷനിൽ. റെയിൽവേ സ്റ്റേഷൻ ഫുൾ കാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ കാലി. ആ ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത് കേട്ടോ. അത് മെലോമെഡ് ഹോസ്പിറ്റലിൽ എഴുതിയിട്ടില്ലേ, ആ ഹോസ്പിറ്റലിലാണ് ഞാനും മീനും ജോലി ചെയ്യുന്നത്. അങ്ങനെ നമ്മളിത് അടുത്ത സ്റ്റേഷനെത്തി, ബെൽവില്ല സ്റ്റേഷൻ. ബെൽവില്ല സ്റ്റേഷന്റെ അടുത്താണ് നമ്മുടെ ഹോസ്പിറ്റൽ കേട്ടോ. ബെൽവില്ലയിലാണ് നമ്മുടെ ഹോസ്പിറ്റല് കണ്ടോ, ബെൽവില്ല സ്റ്റേഷൻ. അപ്പൊ ദേ പോകുന്ന വഴിക്ക് വീണ്ടും ഒന്ന് സ്ലോ ആക്കിയിട്ടുണ്ട്. ഇവിടെ ദേ നോക്കിയേ, ഒരു ഹൗസിംഗ് കോളനി ആട്ടോ അത്. ഒരു ഹൗസിംഗ് കോളനിയുടെ അടുത്താണ് ട്രെയിൻ വീണ്ടും സ്ലോ ആക്കിയത്. അപ്പം നമ്മളത് സ്ലോ ആക്കിയിട്ടുള്ളൂ, നിർത്തിയിട്ടില്ല കേട്ടോ. അപ്പം വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കാണെങ്കിൽ വിശന്ന് തുടങ്ങി. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഹോസ്റ്റസ് ഫുഡിന്റെ ഓർഡർ എടുത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഹോസ്റ്റസിന്റെ അടുത്ത് തന്നെ ഫുഡ് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മുടെ ബാമിനെ കൊണ്ട്
ആദ്യമായിട്ടാണ് വാമി ട്രെയിനിൽ കയറുന്നത്. വാമിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പൊ വാമി വയറ് നിറഞ്ഞ് കിടന്നുറങ്ങുവാണ്. പക്ഷെ വാമിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ശരിക്കും ഇഷ്ടപ്പെട്ടു വെച്ചാൽ വാമി ഇതിൽ നിന്ന് ടാറ്റ കൊടുക്കുന്നു, ആൾക്കാർക്ക് ബൈ പറയുന്നു. പിന്നെ ഇതിൽ നിന്ന് അങ്ങോട്ട് കാഴ്ചകളെല്ലാം കണ്ട് നിൽക്കുന്നു. അവർക്ക് ഭയങ്കര ഒരു പ്രത്യേക അനുഭവം കേട്ടോ. കാരണം കാറിലെല്ലാം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ട്രെയിൻ ഒരു പ്രത്യേക ഒരു അനുഭവമല്ലേ. പിന്നെ എനിക്ക് നിന്ന് എല്ലാ സാധനങ്ങളും കാണാൻ പറ്റുന്നതൊക്കെ അടിപൊളി അനുഭവം തന്നെയാണ്. അപ്പൊ ദേ ഇതിന്റെ ഉള്ളില് അവൈലബിൾ ആയിട്ടുള്ള സർവീസ് കിട്ടോ. അതെ ഇത് കണ്ടോ, സ്പാ സർവീസ് അവൈലബിൾ ആണ്. ക്ലിയർ ആകുന്നില്ല അല്ലെ, ക്ലിയർ ആകുന്നില്ല കേട്ടോ വീഡിയോ. പക്ഷെ ഇത് കണ്ടോ, സ്പാ സർവീസ് അവൈലബിൾ ആണ്. ഇത് ബാക്ക്, നെക്ക്, ഷോൾഡർ, ഹാൻഡ് ആൻഡ് ആം, ഫുട്ട്, ഹെഡ് എന്നും പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് അവരൊരു പേപ്പർ കൊണ്ട് തന്നതാണ് ഇപ്പോ. അപ്പം ഇത് ശരിക്കും 15 മിനിറ്റും 30 മിനിറ്റിന്റെയും സർവീസ് അവൈലബിൾ ആട്ടോ. ഇത് അടുത്ത സ്റ്റേഷൻ എത്തി. അപ്പം ഇത് ഓൺ റിട്ടേൺ ട്രിപ്പിലും അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ്. നമുക്ക് സ്പാ സർവീസ് വേണമെങ്കിൽ നമുക്ക് സ്പാ സർവീസ് എടുക്കാം. അപ്പൊ ഗൈസ് നമുക്കിത് വിശന്നപ്പം മറ്റേ ഹോസ്റ്റസിനെ നോക്കിയിരുന്നിട്ട് നേരം വൈകുന്നു. അപ്പൊ നല്ല വിശപ്പായി. അപ്പൊ ഞങ്ങളിതേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി. മീനും അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഇറങ്ങി ഇതിലേ നടന്നുകൊണ്ടിരിക്കുവാണ്. ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം കഫേ നോക്കി നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, താങ്ക് യു. അപ്പം ഇതെല്ലാം വേറെ ലോഞ്ചാട്ടോ വരുന്നത്. നല്ല അടിപൊളി ലോഞ്ചാണ്. ഇത് ഏതാ ലോഞ്ചെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഓക്കെ, ഇത് കഫ്റ്റീരിയ ഇവിടെ ഉള്ളത്. അപ്പം കഫ്റ്റീരിയയുടെ അവിടെ ക്യൂ ആണ് ഇപ്പം. കോഫി ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ സ്നാക്സ് ഐറ്റംസ്, കുറച്ച് സ്നാക്സ് ഐറ്റംസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ പൈ, സാൻഡ്വിച്ച്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും, ചിപ്സ്, ചോക്ലേറ്റ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയാണ് കോഫി എടുത്തോണ്ടിരിക്കുന്നത്. ഇവിടെ കോഫി എടുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഒരു ബട്ടർ ചിക്കൻ റോളും പിന്നെ ഒരു ചിക്കൻ മയോ സാൻഡ്വിച്ചും പറഞ്ഞിട്ടുണ്ട്. പിന്നെ 2 ക്യാപച്ചിനോ കൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്നാക്സ് എല്ലാം ഉണ്ട്. പക്ഷെ സ്നാക്സ് മീനിന്റെ ഒരു ചോക്ലേറ്റ് എടുത്തേക്കാം. Can I take okay, I'll take one bar one. ഒരു bar one എടുത്തിട്ടുണ്ട് കേട്ടോ മീനിന്. ഓക്കെ, ഇതാണ്. അപ്പൊ പുള്ളി കോഫി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കോഫിക്ക് അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് കോഫിയും സാധനങ്ങളെല്ലാം മേടിച്ച് നമ്മുടെ സീറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പൊ ഇവിടെ ഒരു മെട്രോ ട്രെയിൻ പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഒരു മെട്രോ ട്രെയിൻ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സീറ്റിലേക്ക് പോകാം. ഇതിപ്പം 2 കമ്പാർട്ട്മെന്റ് നമുക്ക് പാസ് ചെയ്യണം നമ്മുടെ സീറ്റിലെത്തണമെങ്കിൽ. ഈ ഇടുങ്ങിയ വഴിയാണ്. ഇതാണ് നമ്മുടെ കമ്പാർട്ട്മെന്റ്. മീനു അവിടെ വിശന്നിരിക്കുന്നുണ്ട്. നമുക്ക് മീനുവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അറിയാം. മീനു വിശന്നിരിക്കുകയാണോടി? എന്നാ പിടിച്ചോ, കോഫി പിടിച്ചോ. ഓക്കെ, മീനു കോഫി പിടിച്ചു. അപ്പൊ ഗൈസ്, ഞങ്ങളത് ഒരു ചിക്കൻ മയോ സാൻഡ്വിച്ചും പിന്നെ ഒരു ബട്ടർ ചിക്കൻ റോളും പിന്നെ ക്യാപിച്ചിനോ ആണ് എടുത്തത്. പിന്നെ ഒരു ചോക്ലേറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കഴിക്കാൻ പോകുന്നത്. മീനു ഓൾറെഡി കാപ്പി കഴിച്ചു തുടങ്ങി. മീനുവിന് ഉറക്കം വരുന്നുണ്ട് അല്ലേടി മീനു? കാരണം ഞങ്ങൾ ഇന്നലെ കണിയെല്ലാം ഒരുക്കി കിടന്നപ്പം 1 മണിയായല്ലേ. അതുകൊണ്ട് വാമീനെ നല്ല കണി കാണിക്കാൻ പറ്റിയില്ലേ. അപ്പൊ ഗൈസ്, ഒരു സ്റ്റേഷൻ എത്തി. ഫാന്റസ്റ്റൽ സ്റ്റേഷൻ എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ ഇവിടെ ഒരു 10 മിനിറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതില് അപ്പം സ്മോക്ക് ചെയ്യേണ്ടവർക്കെല്ലാം സ്മോക്ക് ചെയ്യാം, ബ്രേക്ക് എടുക്കേണ്ടവർക്കൊക്കെ ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഞങ്ങള് വാമിക്ക് ഫുഡ് കൊടുക്കാനുള്ള തത്രപ്പാടിലാണ്. വാമി ഫുഡ് കഴിക്കുന്നില്ല. വാമി പറയുന്നത് വാമിക്ക് ഇങ്ങനെ നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം, അതാണ് വാമിയുടെ ആവശ്യം. അപ്പൊ എല്ലാരും പുറത്തിറങ്ങിക്കുവാണ്. അപ്പൊ ഈ സ്റ്റേഷന്റെ പേര് ഇത് കണ്ടോ, ഫാന്റസ്റ്റൽ സ്റ്റേഷൻ എന്നാണ് ഈ സ്റ്റേഷന്റെ പേര്. കണ്ടോ പ്രൊനൗൺസിയേഷൻ ശരിയാണോന്ന് എനിക്കറിയില്ല. ഫാന്റസ്റ്റൽ എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പൊ ഇതൊരു ചെറിയൊരു സ്റ്റേഷനാ. അപ്പൊ ഇവിടെ നിർത്തി എല്ലാരും പുറത്തിറങ്ങി സ്മോക്ക് ചെയ്യേണ്ടവര് സ്മോക്ക് ചെയ്യുന്നു. അല്ലാത്തവര് ജസ്റ്റ് കാല് സ്ട്രെച്ച് ചെയ്യാനൊക്കെ ആയിട്ട് ഇറങ്ങി ഇവിടെ നിൽക്കുവാണ്. ഇത് കണ്ടോ, എല്ലാരും ഇറങ്ങി നിൽക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ വടാപ്പാവ്, സമൂസ അല്ലെങ്കിൽ ബിരിയാണി, കോഴി ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട്
ആൾക്കാര് സാധനങ്ങളൊക്കെ കൊണ്ട് ഇതിലേക്ക് നടന്നാനെ. പക്ഷെ ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇതിന്റെ ഉള്ളിൽ തന്നെ മാത്രമേ ഉള്ളൂ കിട്ടുന്നത്. ഇവിടെ ഞാൻ ഒറ്റ സ്റ്റേഷനിലും പുറത്തേക്ക് കടകളൊന്നും കണ്ടില്ല. ഒരു മനുഷ്യ കുഞ്ഞിനെ പോലും കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് വേണ്ടേ കടകൾ ഉണ്ടാക്കാൻ വേണ്ടി. ഇപ്പതേ ഇപ്പൊ ഇവിടുന്ന് മൂവ് ചെയ്യും. ഇവിടെ ഒരു ജസ്റ്റ് 10 മിനിറ്റ് ഉള്ളൂ. വാമി മീനും ദേ അവിടെ ഇരിക്കുന്നു. വാമി എല്ലാരും ദേ കുറച്ച് പേര് കയറി തുടങ്ങി. എല്ലാരും കയറി തുടങ്ങി. നമുക്കും കയറാം. ഇല്ലെങ്കിൽ നാട്ടിലെ പോലെ ഓടിക്കയറേണ്ടി വരും. അപ്പതേ ഗൈസ് വിസിലടിച്ചു. അപ്പതേ നമുക്ക് പയ്യെ കയറിയേക്കാം. സോറി. അപ്പതേ നമ്മൾ പയ്യെ കയറി വീണ്ടും നമ്മുടെ സീറ്റിലെത്തി. മാമിക്ക് ഇറങ്ങാനാണോ? എന്നാ വേണ്ടേ മാമിക്ക്? എന്നാ വേണ്ടേ? ബാ അച്ചെടുക്കാം ബാ. അപ്പതേ ഗൈസ് നമ്മള് ഇതേ ആ റെയിൽവേ സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോമർസെറ്റ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. സോമർസെറ്റിന്ന് ഇനി ഇവിടെ ഒരു പാസ് വരുന്നുണ്ട്, സെർലൗറി പാസ്. പാസ് കഴിഞ്ഞ് കയറുന്നത് നേരെ എൽജിൻ വാലിയിലോട്ടാണ്. ഇവിടെ ഒരു റോഡ് നമ്മൾ ക്രോസ് ചെയ്തു. അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ. സാധാരണ ഇവര് നമുക്ക് മെയിൽ ചെയ്ത് തരുന്നു കോൾഡ് ഉണ്ടാകും, അതുകൊണ്ട് നിങ്ങൾ സ്വെറ്ററോ ജാക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൈവശം കരുതണം എന്ന് പറഞ്ഞിട്ട്. നമ്മളതുകൊണ്ട് ഞാൻ സ്വെറ്ററൊക്കെ ഇട്ടിട്ടാ വന്നത്. വാമീനെയും ക്ലോത്ത്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ തണുപ്പൊന്നുമില്ല കേട്ടോ. രാവിലെ ഉണ്ടായിരുന്നു തണുപ്പ് കേട്ടോ. രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പൊ തണുപ്പൊന്നുമില്ല ഇവിടെ. അങ്ങനെ നമ്മള് പയ്യെ 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 പോയിക്കൊണ്ടിരിക്കുകയാണ് പുകതുപ്പുന്ന തീവണ്ടിയിൽ. അതാണ് അതിന്റെ ഒരു ഇത്. ഇപ്പതേ ഡീസൽ എഞ്ചിനൊന്നും ഇട്ടിട്ടില്ല അവര് ഇത് കൽക്കരിയിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന പുകയൊക്കെ പോകുന്നത് കണ്ടുകഴിഞ്ഞാൽ അറിയാം. പിന്നെ സ്ലോയിലാ പോകുന്നത്. ഡീസൽ എഞ്ചിൻ ഇടുമ്പോൾ ഇത്രയും കൂടി മൂവ്മെന്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇതിപ്പം സ്ലോയിൽ തന്നെ പോകുന്നത്. ഇനിയിപ്പം പാസ് കയറാനുള്ള പരിപാടിയാണ്. ഇവര് പക്ക സെറ്റപ്പ് ആട്ടോ ഇവര്. കാരണം ഓരോ സ്റ്റോപ്പിൽ എത്തുമ്പോഴും നിർത്തി ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കും. വാട്സപ്പിൽ ഇവരുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കും. ഇന്ന സ്ഥലത്ത് ഇതിനാണ് നിർത്തിയത്, ഇപ്പതേ ഇത് ചേഞ്ച് ചെയ്യുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കണ്ടോ? എന്നാലേ അടിപൊളി സെറ്റപ്പ് വ്യൂ അല്ലേ. നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കണ്ടോ ഗ്രേപ്സ് ഫാമാണ്, മുന്തിരി കൃഷി. ഓൾറെഡി ഹാർവെസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇത് കണ്ടോ, ഇതിപ്പം ഹാർവെസ്റ്റ് എല്ലാം കഴിഞ്ഞ് വിന്ററിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ഇപ്പൊ ഇതൊക്കെ ആ വ്യൂ കണ്ടോ, മഞ്ഞയും റെഡും കലർന്നിട്ട് അടിപൊളി സെറ്റപ്പ് കേട്ടോ. ഈ ഒരു ട്രെയിൻ യാത്ര ഒരു മെമ്മറി ആയിട്ട് നമ്മളിത് എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതില് ആരെങ്കിലും കേപ്പ് ടൗണിൽ വരുന്നുണ്ടോ അല്ലെങ്കിൽ കേപ്പ് ടൗണിൽ താമസിക്കുന്നവരാണെങ്കിൽ ഇത് ഹൈലി റെക്കമെൻഡഡ് ആണ്. കാരണം ഇതൊരിക്കലും നമുക്ക് വൃത്തിയല്ലാതെ ആകത്തില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടോ. ഇതൊക്കെ കേട്ടോ, ഇതൊക്കെ നമ്മൾ പിള്ളേരൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് വണ്ടറായി പോട്ടോ. അത്രയും സെറ്റപ്പ് അടിപൊളി. ഒരു സ്മോള് വില്ലേജിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ പിള്ളേരൊക്കെ നിന്ന് ടാറ്റൊക്കെ തന്ന് അടിപൊളി. പിള്ളേരൊക്കെ അവിടെ ഇറങ്ങി നിന്ന് നമുക്ക് ടാറ്റൊക്കെ തരുന്നുണ്ട്. അപ്പുറത്ത് കുതിരകളൊക്കെ നിൽക്കുന്നുണ്ട് കണ്ടോ. വീടാണോ ഫാമാണോ? ഫാമിലാണ് കേട്ടോ. ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റുണ്ട്. പുറത്ത് നല്ല കാറ്റുണ്ട്. കാറ്റ് കാണാം നമുക്ക്. അപ്പൊ ഇനി ചെറുതായിട്ട് വ്യൂസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വ്യൂ പോയിന്റ്സുകളെല്ലാം നല്ല സീനിക് വ്യൂകളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മൗണ്ടൻസ് നമ്മളിപ്പം ഈ സെർലൗറി പാസ് ഇപ്പൊ കയറി പോണം. അപ്പം ആ പാസ് കയറുന്നതായിരിക്കും ഇനി അടുത്ത സീൻ. അപ്പൊ ഇവിടെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഇപ്പുറത്തെ സൈഡിൽ കണ്ടോ മൗണ്ടൻസിന്റെ കേട്ടോ വ്യൂസ് കണ്ടോ. മൗണ്ടൻസിന്റെ വ്യൂ ആണ്. നല്ല ഗ്രീനറി അല്ല, നല്ല പച്ചപ്പില കിടക്കുന്നേ. ഇവിടെ ചെറിയ മരങ്ങളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ ഞാൻ വന്നപ്പോ, ഇപ്പുറത്തെ വിൻഡോയുടെ സൈഡിൽ വന്നപ്പം സോറി കാര്യം നമ്മള് 8 മണിക്ക് യാത്ര തുടങ്ങിയതാണെങ്കിലും ഉണ്ടല്ലോ, 8 മണിക്ക് തുടങ്ങി ഇപ്പൊ 10 മണി കഴിഞ്ഞു. ഇപ്പൊ സമയം 11 മണി ആകാറായിട്ടോ.
അപ്പം ഇത്ര സമയമായിട്ടും വലിയ സീനിക് വ്യൂ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. സീനിക് വ്യൂ വരാത്തതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ടൗണിൽ നിന്ന് കയറി പിന്നെ ഓരോ ടൗണുകളും ഓരോരോ ചെറിയ സ്റ്റേഷനുകളും അതെല്ലാം കവർ ചെയ്തിട്ടില്ല വന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം സീനിക് വ്യൂ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, വലിയ സീനറി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ കണ്ടോട്ടോ, ഇത് കണ്ടോ, ഇപ്പൊ ദേ സീനറികൾ വന്നു തുടങ്ങി. അതായത് ഈ മൗണ്ടൻസ്, അതായത് ഈ മൗണ്ടൻസിന്റെ ഒക്കെ അടുത്ത് വന്നപ്പോഴാണ് സീനറീസ് വന്നു തുടങ്ങിയത്. ഇനി അപ്പുറത്തെ സൈഡിലെ കടലും വരുന്നുണ്ട്. പിന്നെ ദേ കണ്ടോ, ദേ അവിടെ ദേ ആ ഓസ്ട്രിച്ച് ഓസ്ട്രിച്ച് ദേ ഓസ്ട്രിച്ച് കണ്ടോ, ഓസ്ട്രിച്ചിനെ അടിപൊളി. മാമിനെ കാണിച്ചു കൊടുക്കടി, മാമിനെ കാണിച്ചു കൊടുക്കും. ഇത് ഫാമുകൾ ഉണ്ട് കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് കുറെ ഫാമുകൾ കണ്ടായിരുന്നു. അതായത് മുന്തിരി ഫാം ഉണ്ട്. ദേ അപ്പുറത്ത് ദേ കണ്ടോ കടൽ കണ്ടോ, അപ്പുറത്ത് ദേ കടല് കാണാം നമുക്ക്. നല്ല നീല കളറിൽ കടലും കിടക്കുന്നുണ്ട്. ഇന്ന് നല്ല ക്ലിയർ ക്ലൈമറ്റ് ആയതുകൊണ്ട് നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം കോൾഡ് ആണെങ്കിൽ ഇത്ര നല്ല രീതിയിൽ ഇത്ര വ്യൂ കിട്ടത്തില്ല. ഇപ്പൊ ഒരു വളവാട്ടോ വളഞ്ഞത്, ഒരു നല്ലൊരു വളവായിരുന്നു വളഞ്ഞത്. ഇത് ഇപ്പൊ പോകുന്നുണ്ടോ, ഇത് നമ്മള് വേറെ മിക്ക ഇതിലും കണ്ടിട്ടുണ്ടാവും, സിനിമയിലൊക്കെ ഇങ്ങനത്തെ മറ്റേ ഊട്ടിക്കോടെയൊക്കെ ഉള്ള ഒരു യാത്രയില്ലേ, ഈ കാടിന്റെ ഉള്ളിൽ കൂടെയൊക്കെ. ഇപ്പൊ ചെറിയൊരു കയറ്റോടെ കയറിക്കൊണ്ടിരിക്കുന്നത്, ഒരു ചെറിയൊരു കയറ്റമൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നത് ഇത്. അതായത് നമ്മൾ ആ പാസ് ഇത് ചെയ്യണല്ലോ, പാസ് ക്രോസ് ചെയ്യണല്ലോ, ആ പാസ് ക്രോസ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. അടിപൊളി. മസിനഗുഡി വഴി ആഫ്രിക്കയിലേക്ക്. എങ്ങനെയുണ്ട് ഈ തമ്പനയില്? നമുക്ക് ഈ തമ്പനയിൽ അങ്ങ് പഠിച്ചാലോ, മസിനഗുഡി വഴി ആഫ്രിക്കയിലേക്ക്. എന്തായാലും മസിനഗുഡിയുടെ ട്രെൻഡിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് മസിനഗുഡി വഴി ആഫ്രിക്കയിലേക്ക് എന്നും പറഞ്ഞിട്ട് നമ്മുടെ തമ്പനയിൽ പടയ്ക്കാം. വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ നല്ല അടിപൊളി വ്യൂ ആണ്, ഒന്നും മിസ് ചെയ്യാനില്ലാത്ത വ്യൂ ആട്ടോ. ശരിക്കും ഇത് ശരിക്കും നമ്മൾ ഈ സമ്മർ സീസണിൽ തന്നെ ഇത് ഒന്ന് എൻജോയ് ചെയ്യേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാലേ ഇതിന്റെ ഒരു വ്യൂവും, ഇത് മിക്ക ക്ലൈമറ്റ് നോക്കിയിട്ടാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്തുള്ളൂ. എന്നാലും സമ്മർ സീസണിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ഭംഗി. ഇതിന്റെ നമുക്ക് അതിൻ്റെതായ ഒരു ഭംഗിയില് എല്ലാം ക്ലിയർ ആയിട്ട് കാണാനും പറ്റും. എന്നാൽ ഒട്ടും വലിയ ഡ്രൈയും അല്ല, ഏകദേശം പച്ചപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ ഭംഗി നമുക്ക് ഒരു ഇത്തിരി ആസ്വദിക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ക്രോസ് ചെയ്യുന്നത് സെർലൗറി പാസ് എന്നാണ് പറയുന്നത്. സെർലൗറി പാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാഷണൽ ഹൈവേ, അതായത് എൻറ്റുല് സ്ഥിതി ചെയ്യുന്ന ഒരു പാസ്സാണ്. അത് നമ്മുടെ സോമർസെറ്റ് വെസ്റ്റിന്റെയും എൽജിൻ വാലിയുടെയും ബിറ്റ്വീനില് ഹൊട്ടൻടോട്ട്സ് ഓർലാൻഡ് മൗണ്ടൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മൗണ്ടൻസ് ഉണ്ട്. അത് ക്രോസ് ചെയ്യുന്നതാണ് ഈ സെർലൗറി പാസ്. അതായത് നമ്മുടെ കേപ്പ് ടൗൺ ടു ഗാർഡൻ റൂട്ട് പോകുമ്പോൾ വരുന്നതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാസ്. ഈ പാസ് ക്രോസ് ചെയ്യുമ്പം ഈ പാസിൽ തന്നെ ഒത്തിരി അതായത് വ്യൂ പോയിന്റ്സ് വരുന്നുണ്ട്. പിന്നെ ഗോലാൻഡ് ഹൈക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഹൈക്കിംഗ് ട്രെയിൽ വരുന്നുണ്ട്. പക്ഷെ ആ ഹൈക്കിംഗ് ട്രെയിൽ ഇപ്പം നിർത്തി വെച്ചേക്കുവാണ്. കാരണം കുറെ അപകടങ്ങളുണ്ടായി, ഒത്തിരി പേര് മരിച്ചൊക്കെ പോയായിരുന്നു. അത് ഇത്തിരി സേഫ്റ്റി കുറഞ്ഞ ഹൈക്കിംഗ് ഒക്കെയാണ്. അതുകൊണ്ട് ഇപ്പൊ അത് അവര് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ അത് ഞാൻ ഇപ്പൊ പാസ് നമ്മൾ ഡ്രൈവ് ചെയ്ത് കയറുമ്പോൾ അതിന്റെ ഒരു എഫക്റ്റ് നമുക്ക് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, നമ്മൾ കാറിൽ ഡ്രൈവ് ചെയ്ത് കയറുവാണെങ്കിൽ. ഇപ്പൊ ട്രെയിനിലായതുകൊണ്ട് ആ വ്യൂസ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ആ കയറ്റം നമുക്ക് കിട്ടുന്നില്ല ശരിക്കും. ആ കയറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും മല കയറിയാണ് പോകുന്നത്. പക്ഷെ ആ കയറ്റം നമുക്ക് ട്രെയിനിലായതുകൊണ്ടായിരിക്കാം ഫീൽ ചെയ്യാത്തത്. എന്നാലും ആ വ്യൂ കാണുമ്പോൾ ദേ കണ്ടോ, ആ വ്യൂ ഒക്കെ കണ്ടോ അപ്പുറത്ത്, ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ നമ്മളിപ്പോ മല കയറി തുടങ്ങിയിട്ട് കുറെ നേരമായിട്ട്. ഇപ്പോ മല കയറി തുടങ്ങി. ഇപ്പം എത്ര ദൂരം ഉണ്ടെന്നുള്ളത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. നമ്മളവിടെ പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ട്രെയിനിൽ പോകുമ്പോൾ എത്ര ദൂരം ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പതേ മലയിൽ കൂടെ കയറ്റം കയറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കയറ്റം കയറുന്നത് ഒരു സ്ലോപ്പ് ആയിട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അത്രേ ഇത് നോക്കി, ഇതൊക്കെ സ്റ്റേ ആട്ടോ, ഗസ്റ്റ് ഹൗസും സ്റ്റേ ഒക്കെ. എന്റെ പൊന്നെ വേറെ ലെവല് സ്റ്റേ കേട്ടോ, വേറെ ലെവല് സ്റ്റേ. ക്ലാപ്പ് ക്ലാപ്പ് ക്ലാപ്പ്. വാവ്, അത് നോക്കിയേ, ആ വ്യൂ കണ്ടോ, നല്ല അടിപൊളി വ്യൂ വരുന്നുണ്ട്. അങ്ങപ്പുറം നോക്കിക്കോ, കണ്ടോ വ്യൂ കണ്ടോ, കടല് അടിപൊളിയായിട്ട് കാണാം. നമുക്ക് കടല് കാണുന്നില്ല, നിങ്ങൾക്ക് കാണുന്നില്ല, എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ക്യാമറയിൽ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുണ്ടോ, ഇത്തിരി മരങ്ങളെല്ലാം ഇവിടത്തെ ഇത്തിരി കരിഞ്ഞ് കിടക്കുന്നുണ്ട്. അത് കാരണം ഇത്ര ചൂടല്ലായിരുന്നു. ഇപ്പം സമ്മർ സീസൺ ആയിരുന്നു, സമ്മർ സീസൺ കഴിഞ്ഞു. അതിന്റെയാണ് ഈ ട്രീസ് എല്ലാം ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ, ഡ്രൈ ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ അതിനും ഒരു ഭംഗിയുണ്ട്.
ഇത് അപ്പുറത്തെ സൈഡില് കടല്, ഇപ്പുറത്തെ സൈഡില് ഇത് മൗണ്ടൻസും. എന്താ സെറ്റപ്പ് കണ്ടോ, അടിപൊളി. അപ്പൊ ഞങ്ങള് ഇതെല്ലാം കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങളിത് പയ്യെ പോയിക്കൊണ്ടിരിക്കുവാണ്. വാമിക്കുട്ടിക്കാണെങ്കിൽ കാഴ്ചകൾ കണ്ട് വാമിക്കുട്ടിയും എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുവാണ്. മീനു, ട്രിപ്പ് എങ്ങനെയുണ്ട്? വൃത്തിയാണോ? വൃത്തിയാണോ? അത് നമുക്ക് കുറച്ച് നേരം ടൗൺ കഴിയുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നെങ്കിൽ അതൊരു സുഖം ഉണ്ടായിരുന്നില്ല. വലിയ വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നല്ല വ്യൂ, ഇപ്പൊ എങ്ങനെയുണ്ട് വ്യൂസ്? നല്ല വ്യൂ, നല്ല അടിപൊളി വ്യൂ അല്ലേ? പുതിയ കാഴ്ചകളും അനുഭവങ്ങളും നമുക്ക് തരുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരു വേറെ ലെവല് ഫീൽ തന്നെയാട്ടോ. പ്രകൃതി നമുക്ക് വേണ്ടി ഈ കാഴ്ചകളെല്ലാം തന്നെ ഒരുക്കി വെച്ചേക്കുവാണ്. നമ്മൾ അതിലൂടെ ഇങ്ങനെ ഒന്ന് പോയാൽ മാത്രം മതി. ഇത് കണ്ടോ, ഈ വ്യൂ കണ്ടോ? നമ്മളപ്പുറത്ത് മൗണ്ടൻസ് കണ്ടിട്ട് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പം ഇപ്പുറത്ത് കടലും റോഡും, ആ റോഡ് പോകുന്നതും ആ കടല് പോകുന്നതും ഇതാണ് ശരിക്കും സെർലോറി പാസ് കേട്ടോ. ഡ്രൈവ് ചെയ്ത് വരുമ്പം സെർലോറി പാസ് പോകുന്ന വഴിയാണിത്. അതായത് നമ്മൾ ഡ്രൈവ് ചെയ്ത് ഗാർഡൻ റൂട്ടൊക്കെ പോകുമ്പോൾ, കേപ്പ് ടൗണിൽ നിന്ന് ഗാർഡൻ റൂട്ടൊക്കെ പോകുന്നത് ഈ വഴിക്ക് ഇങ്ങനെ കിടന്നിട്ടാണ് പോകുന്നത്. ഓ അടിപൊളി കേട്ടോ, അടിപൊളി. നമ്മള് ട്രെയിനിലും ഇപ്പോൾ സെർലോറി പാസ് ക്രോസ് ചെയ്തോണ്ടിരിക്കുവാണ്. ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പാസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴേ ട്രെയിനിലും നമ്മൾ പാസ് ചെയ്യുക. ഓ എന്റെ പൊന്നേ, ആ വ്യൂ കയറി വന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറി വന്നാട്ടോ. ആ ഒരു ട്രെയിൻ കയറി ഇങ്ങനൊരു വളവ് വന്നത് കണ്ടോ. ഇതാണ് ആ വ്യൂ, ഇതാണ് സെർലോറി പാസിൽ നിന്നുള്ള വ്യൂ വരുന്നത് കേട്ടോ. ഈ ബസ്സിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, കുറെ വ്യൂ പോയിന്റ്സ് ഒക്കെ വരുന്നുണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ. ആ വ്യൂ പോയിന്റ്സ് അല്ലാതെ പാരാഗ്ലൈഡിങ്ങും വരുന്നുണ്ട് കേട്ടോ. അതായത് നമ്മള് ഈ മലയുടെ മുകളിൽ നിന്ന് പാരാഗ്ലൈഡിങ്ങും വരുന്നുണ്ട് കേട്ടോ. നമ്മള് ഡ്രൈവ് ചെയ്ത് പോകുന്ന ബ്രിഡ്ജ് ആട്ടോ അതിൽ കൂടെ പോകുന്നത്. മുകളിൽ മലയുടെ സൈഡിൽ കൂടെ ഉള്ള ബ്രിഡ്ജാ പോകുന്നത്. അതിന്റെ മുകളിൽ നിന്നുള്ള പാരാഗ്ലൈഡിങ് വേറെ ലെവല് പാരാഗ്ലൈഡിങ് തന്നെ ആയിരിക്കും അല്ലേ. ടിറ്റിയോ എന്ന് പറഞ്ഞു നമ്മുടെ അടുത്ത് ഈ വിൻഡോ എല്ലാം, ഈ തുറന്നിടുന്ന വിൻഡോ എല്ലാം അടയ്ക്കാൻ പറഞ്ഞു. കാരണം നമ്മളിത് ഒരു ടണലിൽ കൂടെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ടണലാണ് ക്രോസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം, ടണലായിരുന്നു ഇപ്പൊ ക്രോസ് ചെയ്തത്. ടണൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞു, പുറത്തേക്ക് വന്നു. കണ്ടോ, അപ്പൊ ഇത് കണ്ടോ, നമ്മള് കുറച്ച് ദൂരം എത്താറായിട്ടുണ്ട്, കുറച്ചും കൂടി ദൂരമുള്ളൂ. അപ്പൊ ഇവിടെ ആപ്പിൾ ഫാമിന്റെ അതിൽ കൂടെയാണ് നമ്മളത് കിടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല റെഡ് ആപ്പിൾ കേട്ടോ. ഏകദേശം നമ്മൾ എത്താറായപ്പോൾ ഉള്ള സീനറികളൊക്കെ കണ്ടോ. ചെറിയ ലേക്കും നമ്മുടെ എൽജിൻ വാലിയിലേക്ക് കടന്നു കേട്ടോ. ഇത് എൽജിൻ വാലിയിലേക്ക് നമ്മൾ കിടന്നു. ഇപ്പോൾ ട്രെയിൻ പയ്യാക്കി, ട്രെയിനിന്റെ മൂവ്മെന്റ് പയ്യെ ആയിട്ടുണ്ട്, സ്ലോ ആയിട്ടുണ്ട്. എത്താറായി. ഇപ്പുറത്തെ സൈഡിലും ആപ്പിൾ തോട്ടം കേട്ടോ. റെഡ് ആപ്പിൾ, കൊല്ല കുത്തിയാട്ടോ നിൽക്കുന്ന ആപ്പിള്. എന്താ പറിക്കാത്തതെന്ന് അറിയത്തില്ല, കൊല്ല കുത്തി നിൽക്കുന്നുണ്ട്. രണ്ട് സൈഡിലും ആപ്പിൾ തോട്ടമായിരുന്നു, അപ്പുറത്തെ സൈഡിലും ആപ്പിൾ തോട്ടം തന്നെയായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഒരു വ്യൂ വരുന്ന നോക്കിക്കോട്ടോ. നമ്മളിത് ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ പോവാണ്. അടിപൊളി ബ്രിഡ്ജ്. ഇത് ചെറിയൊരു റിവർ താഴെ കണ്ടോ, ചെറിയൊരു റിവർ ഉണ്ട്. ഇത് പഴയ ബ്രിഡ്ജാണ് അപ്പുറത്ത് കിടക്കുന്നത്. ഇതുണ്ടോ റെയിൽവേ ബ്രിഡ്ജ്. അത് കഴിഞ്ഞിട്ട് ആ ട്രെയിൻ വളഞ്ഞു പോകുന്ന ഒരു കാഴ്ച വരുന്നുണ്ട് നമുക്ക്. ആ കാഴ്ചയും കൂടി നമുക്കൊന്ന് കാണാം. നോക്കി, വാവ്, കിട്ടില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടില്ലോൽസ്കി കാഴ്ചയാണ് അല്ലേ? നിങ്ങൾ തന്നെ പറ, കിട്ടില്ല കാഴ്ചയല്ലേ? അവിടെ ബ്രിഡ്ജ് കണ്ടോ, ആ ബ്രിഡ്ജാണ് നമ്മളിപ്പോ ക്രോസ് ചെയ്തത്. അങ്ങപ്പുറത്ത് കണ്ടോ, അത് ഫുള്ള് ആപ്പിളാണ്. ആ ഒരു മല മൊത്തം ആപ്പിളാണ്. ആ മലയുടെ അപ്പുറത്തും നമ്മൾ ക്രോസ് ചെയ്ത് വന്ന മലയും ഫുള്ള് ആപ്പിളായിരുന്നു. അതും രണ്ട് സൈഡിലും ആപ്പിളായിരുന്നു കേട്ടോ. ട്രെയിൻ പോകുന്നതിന്റെ രണ്ട് സൈഡിലും ആപ്പിളായിരുന്നു. ഇവിടെ ഒരു ചെറിയൊരു ബ്രിഡ്ജ് കൂടി വരുന്നുണ്ട്. ഏകദേശം ബൈക്കേഴ്സ് പോയാണ്ടോ. പക്ഷേ അത് എന്റെ ഫോൺ സൂമിലായിരുന്നു, പെട്ടെന്ന് കിട്ടിയില്ലാന്നോ. ആൾക്കാരെല്ലാരും ടാറ്റ തരുന്നുണ്ട്. ഇവരെല്ലാരും എല്ലാ ദിവസവും ടാറ്റ കൊടുക്കുന്നുണ്ടാവും തോന്നുന്നു. ഇപ്പുറത്തെ സൈഡിൽ കണ്ടോ, ഇതെല്ലാം ഹാർവെസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഫ്രൂട്ട്സ് എല്ലാം സൂക്ഷിക്കാനായിട്ടുള്ള
ഗോഡൌണുകളൊക്കെയാണ് കേട്ടോ. അതായത് ഫ്രൂട്ട്സ് ക്യാരി ചെയ്യുന്ന, ഫ്രൂട്ട്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ബോക്സുകളാണ് അവിടെ ഇരിക്കുന്നത് നമ്മള്. ആപ്പിള് തന്നെയാണ് മെയിൻ കൃഷി കേട്ടോ. ഈ എൽജിൻ വാലിയിലെ മെയിൻ കൃഷി അവരുടെ ആപ്പിൾ തന്നെയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലായിരുന്നു, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയ സ്ഥലം ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജ് പോയില്ലേ, അവരുടെയും കൃഷി ആപ്പിൾ തന്നെയായിരുന്നു. അവര് ആപ്പിളും പിയറും ആയിരുന്നു കൃഷി. നമ്മുടെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഗ്രേറ്റൻ മാർക്കറ്റിലെ കാഴ്ചകളെല്ലാം, ഗ്രേറ്റൻ വില്ലേജിലെ കാഴ്ചകളെല്ലാം നല്ല അടിപൊളി കാഴ്ചകളാണ്. ആരും മിസ് ചെയ്യാതെ ഒന്ന് കാണണം കേട്ടോ. നമ്മളിത് കുറച്ച് ദൂരം ഇങ്ങോട്ടേക്കായിരുന്നു, നമ്മൾ ഈ ഡയറക്ഷനിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അവിടെ നിന്ന് നമ്മൾ റിവേഴ്സ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ എൽജിൻ വാലിയിലുള്ള ചെറിയൊരു വില്ലേജ് ആട്ടോ. ഈ വില്ലേജിൽ കൂടെയാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് വീടുകളെല്ലാം കാണാം, നല്ല ചെറിയ നമ്മുടെ നാട്ട് സെറ്റപ്പിലുള്ള വീടുകൾ. അവിടെ ഒരു ചേട്ടൻ വീട്ടിലിരുന്ന് ഗ്രില്ലൊക്കെ ഇടുന്നുണ്ട്. നല്ല അടിപൊളി വില്ലേജ് ആണ് ഇവിടെ. ഒത്തിരി ടൂറിസത്തിന് പ്രൊമോട്ട് ചെയ്യുന്ന വില്ലേജും കൂടിയാണ്. പിന്നെ ആപ്പിൾ കൃഷിയാണ് ഇവരുടെ മെയിൻ. നമുക്ക് വെക്കേഷൻസിലെല്ലാം സിറ്റി ലൈഫിൽ നിന്ന് മാറി ഒരിത്തിരി കമൺ ക്വയറ്റ് പീസ്ഫുൾ ആയിട്ടുള്ള വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ചൂസ് ചെയ്യാൻ പറ്റിയ വില്ലേജുകളിൽ ഒന്നാട്ടോ ഇത്. ഇപ്പോൾ ഓക്കെ, അവര് റിവേഴ്സ് അടിച്ച് വന്നത് തിരിച്ച് ഇടാനായിട്ട് വന്നാന്ന് തോന്നുന്നു. ഇതാണ് സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ. അപ്പൊ നമ്മള് എൽജിൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഈ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടിപ്പുറം കാണുന്ന ആ വൈറ്റ് ബിൽഡിംഗ് അല്ലേ, ക്രീം കളറിലുള്ള ബിൽഡിംഗ്, അതാണ് എൽജിൻ മാർക്കറ്റ്, റെയിൽവേ മാർക്കറ്റ്. റെയിൽവേ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പണ്ടത്തെ ഒരു ആപ്പിൾ ഗോഡൌൺ ആയിരുന്നു. അത് അവര് വിപുലീകരിച്ച് ഒരു ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള മാർക്കറ്റ് ആക്കി മാറ്റിയതാണ്. ഇവിടെ ഒത്തിരി ടൂറിസ്റ്റുകൾ വന്ന് പോകുന്നതാണ്. കാരണം സിറ്റി ലൈഫിൽ നിന്ന് മാറി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ട്. ഒരു കാമൻ പീസ്ഫുൾ വില്ലേജും കൂടിയാട്ടോ ഇത്. കണ്ടോ, അവർ ഇറങ്ങാൻ വേണ്ടി പ്ലാറ്റ്ഫോം അങ്ങപ്പുറയാണ് പ്ലാറ്റ്ഫോം ഉള്ളത്. അപ്പോൾ പ്ലാറ്റ്ഫോമിന് പകരമായിട്ട് ഇറങ്ങാൻ വേണ്ടി അവർ ഈ സാധനം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീൽ ചെയറുകാർക്കും അത് സേഫാണ്, അല്ലാതെ ഇറങ്ങുകയാണെങ്കിൽ ഉള്ളതും. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ മാർക്കറ്റിലേക്ക് എല്ലാവരും ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇറങ്ങി. ഇനി മീനും വാമിയും ഇറങ്ങാനുണ്ട് കേട്ടോ. മീനും വാമിയും ഇറങ്ങിയിട്ടില്ല, അവര് ഇറങ്ങാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. ഞാൻ നേരത്തെ ഇറങ്ങി വന്നത് ഞാൻ ഒരു വീഡിയോ ഷോട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഈ പ്ലാറ്റ്ഫോം വരുന്നത് അങ്ങപ്പുറം കേട്ടോ പ്ലാറ്റ്ഫോമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ സാധനം ഇട്ടത് കേട്ടോ. ഈ സാധനം ഇട്ടത് എന്തായാലും നല്ല കാര്യമായി, ഇല്ലെങ്കിൽ ചാടി ഇറങ്ങേണ്ടി വരും. ഈ പ്രായമായ ആൾക്കാർ കണ്ടോ, അവിടെ പ്രായമായ ഒരു അമ്മച്ചിക്ക് ഇറങ്ങാൻ നോക്കി, എന്താ അല്ലേ. അപ്പൊ മീനും ഇറങ്ങി, വാമിയും ഇറങ്ങി. വാമി നല്ല ഉറക്കായി. മീനും എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇല്ലല്ല, മുഖത്ത് ഇതായി ഇല്ല. എടി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലായിരുന്നു? ആമിക്കുട്ടി നല്ല ഉറക്കായിട്ടോ, പാവം. അപ്പൊ നമുക്ക് മാർക്കറ്റിലേക്ക് പോകാം, എന്നിട്ട് മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ ആയിട്ട് കാണാം. അപ്പൊ ഗൈസ്, നമ്മളിത് ഈ എപ്പിസോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇതിന്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. പക്ഷേ ഈ ഭാഗം ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡായിട്ട് ഇടാന്ന് വിചാരിച്ചു. കാരണം ഇത് ഒത്തിരി ലെങ്തി ആണെന്ന് എനിക്ക് തോന്നുന്നു. ഒത്തിരി ലെങ്ത് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും കാണാൻ ബോറിംഗ് ആയിരിക്കും. അപ്പോൾ ബോറിംഗ് ഇല്ലാതെ നമുക്ക് 2 എപ്പിസോഡായിട്ട് കാണാം, അതല്ലേ നല്ലത്. അതായത് ഇത്രയും നേരം ഇവിടെ വന്ന് എത്തുന്നവരെ, ഈ ഡെസ്റ്റിനേഷൻ വരെ, പിന്നെ ഡെസ്റ്റിനേഷനിലുള്ള മാർക്കറ്റും എക്സ്പ്ലോർ ചെയ്യുന്നത് അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. അതായിരിക്കും ഇത്തിരി കൂടി നല്ലതായിരിക്കും. അപ്പൊ നമ്മുടെ വീഡിയോസ്, നമ്മളുടെ ഷോർട്സ് വീഡിയോസും ഒക്കെ ഒത്തിരി ഇറങ്ങുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. എല്ലാവരും ഞങ്ങളെ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. അതെ, അപ്പൊ ഈ പരിപാടികളൊക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ് സൗത്ത് ആഫ്രിക്കയിലെ, പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്കയിലെ. അപ്പം ആഫ്രിക്കൻ കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ സംഗീത്, ഇത് ഗ്രീഷ്മ, അത് വാമിക്കുട്ടി. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുമ്പോഴേക്കും ബൈ ബൈ, സീ യു ഇൻ ദ മൊമെന്റ്.